ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ഞാനിവിടെ ഒരു കപ്പ് പച്ചരി ഒരു 5-8 മണിക്കൂർ കുതിർത്താൻ വേണ്ടി ഇട്ടേച്ച് അത് കുതിർന്ന് നന്നായി വന്നിട്ടുണ്ട്. അതൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു തവി ചോറും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. അങ്ങനെ മിക്സഡ് ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ വറുത്തെടുക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും കൂടി ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഇളക്കിയെടുക്കാം. നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മധുരത്തിന് ആവശ്യമായ ശർക്കര നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ തേങ്ങയും ഉള്ളിയും ഇടക്കിടന്ന് ബ്രൗൺ നിറമാവുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. സോഡാപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എള്ള് ഇട്ട് കൊടുക്കണം. എള്ളും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും തേങ്ങക്കൊത്തും ഇട്ട് കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് അതും ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്ത് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്ത് എല്ലായിടത്തും ഒന്ന് തടകി കൊടുക്കാം. എല്ലായിടത്തും തടകി കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ മിക്സ് ചെയ്തിരിക്കുന്ന മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നേരിയ സ്ലിമ്മിലിട്ട് ഇത് വേകുന്നത് വരെ നമുക്ക് സ്ലിമ്മിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കൽത്തപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റും വായിലിട്ട നല്ല അലിഞ്ഞു പോകുന്ന കൽത്തപ്പമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.